ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ദിവസത്തിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഇരുന്നിട്ട് അവലൊക്കെ നനച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, കാരണം ഏട്ടന് അവൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ താണ്ടെ അവലാണ് നനയ്ക്കണത്. അല്ലെങ്കിൽ എനിക്കാണെങ്കിൽ ഞാൻ മാത്രമാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബിസ്ക്കറ്റിലൊക്കെ ഒതുക്കും, കാരണം എനിക്കതാണ് ഇഷ്ടവും എളുപ്പവും ഒക്കെയാണല്ലോ. പിന്നെ താണ്ടെ നമ്മൾ കുറേ സാധനങ്ങൾ ഇന്നലെ ക്രിസ്റ്റലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം അടുക്കി പറക്കി വെക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ ഓൾറെഡി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ. കാരണം അതിലൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, പിന്നെ ഒരു മടുപ്പാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ കൂടുതലും മേടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് കേട്ടോ. കാരണം അതൊക്കെയാണ് നമുക്ക് കൂടുതൽ ചിലവ് തന്നെ. പിന്നെ എണ്ണയൊക്കെയാണ് കൂടുതൽ ചിലവ് തന്നെ. പഞ്ചസാര ഒന്നും വലിയ ചിലവില്ല, കാരണം പഞ്ചസാരയൊക്കെ ഞാൻ മാത്രം കഴിക്കുന്നതുകൊണ്ട് ഏട്ടനിടയ്ക്കൊക്കെ പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കത്തുള്ളൂ ചായ. അങ്ങനെയായിട്ട് നമ്മൾ കുറേ ഹിപ്പിയൊക്കെ എനിക്കാണ് കേട്ടോ. അതൊന്നും ഏട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഏട്ടൻ കഴിക്കത്തില്ല. അതെല്ലാം എനിക്ക് വേണ്ടി ഏട്ടൻ മേടിച്ച് തന്നെയാണ്. പിന്നെ താണ്ടെ മീറ്റ് മസാല, ചിക്കൻ മസാല അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഈ കവറൊക്കെ നമ്മൾ അവിടെ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നുണ്ട്. നമ്മൾ എത്ര രൂപയുടെ സാധനം മേടിച്ചാലും അവിടെ നമുക്ക് കവർ ഫ്രീ ആയിട്ട് വരികയില്ല. ഇതിനെന്തോ 20 രൂപയോ അങ്ങനെ കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തന്നെ 10 അത്രയും എന്തോ ആണ്. അപ്പം അങ്ങനെ നമ്മളെല്ലാം അതിൽ നിന്നെല്ലാം എടുത്ത് പറക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ പോപ്കോൺ, ഇതാണ് ഏട്ടൻ്റെ മെയിൻ സാധനം. ഇതിന് 10 കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെപ്പോഴും ഏട്ടനാണെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണ് പറയും പോപ്കോൺ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏട്ടൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ എനിക്ക് ബിസ്ക്കറ്റും പിന്നെ എന്തുവാണ് മറ്റേ റവയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പൊട്ടി, അങ്ങനെ നമ്മൾ കണ്ട് എല്ലാം അടുക്കി പറക്കി വെച്ചു. പിന്നെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. കാരണം നിച്ചൂസിനെ കൊണ്ട് രാവിലെ വീട്ടിൽ പോകാമെന്ന് ഓർത്തു. വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് നിച്ചൂസാണെങ്കിൽ അപ്പോഴത്തേനും നടത്താൻ തുടങ്ങി. അവളിപ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ അവളോട് പൂ വച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളാണെങ്കിൽ അത് വലിച്ചു എറിഞ്ഞിട്ട് എന്നെ കൊണ്ട് കൈ പിടിച്ച് നടത്തണുണ്ട് കാണണേ. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ നാരങ്ങ കാണിച്ചു കൊടുത്തു, കാരണം അവളെ എടുക്കുമ്പോൾ അവൾക്ക് പിടിക്കാൻ പാകത്തിനാണ് നാരങ്ങ. അപ്പോൾ മൂത്തൊന്നും ഇല്ല കേട്ടോ. നാരങ്ങ കുറേ കിടക്കണമെങ്കിൽ ഒന്നും മൂത്തില്ല, ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവളെ കൊണ്ട് കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ അവളെ പറമ്പിലിറക്കിയിട്ട് താണ്ട് ഞാൻ കത്തിരിക്കൊക്കെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് രാത്രി നട്ടാണ്. പിന്നെ കൂർക്കയൊക്കെയാണ് നട്ടാക്കണം. പക്ഷേ കൂർക്കയൊക്കെ നട്ട് ഉണ്ടാവാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് താണ്ട് അവിടെ അടുത്ത് ഇങ്ങനെ തോടുണ്ട് കേട്ടോ. വീടിന് കുറച്ച് നമ്മൾ ആ ഒരു പറമ്പ് കടന്ന ആ തോടാണ്. അപ്പോൾ ആ തോട്ടിൽ അവളെ തോട്ടിൽ കൊണ്ടുപോയി എന്താ വെച്ചാൽ അവിടെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയതാണ് കേട്ടോ. നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുളിക്കാൻ പോയതാണ്, അലക്കാനൊക്കെ ആയിട്ട് പോയതായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ കൊണ്ടുപോയി. അങ്ങനെ തന്നെ ഇതാണ് കേട്ടോ ആ തോട്. നിച്ചൂസിന് അങ്ങനെ വെള്ളത്തിലിറങ്ങണ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം വെള്ളത്തിൽ കൂടെ നടന്നു. ഞാൻ നിച്ചൂസും കൂടെ കുറേ നേരം ചേച്ചി അവിടെ അലക്കി കഴിയണവൻ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ചാൽ അവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് നേരത്തോട്ടാണല്ലോ. അവൾ ഒരു കപ്പ് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ അവളത് കൊണ്ടൊരു കുറേ നേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊറ്റി കളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിച്ചൂസ് പിന്നെ നടന്നു തുടങ്ങിയാൽ പിന്നെ നടത്തങ്ങ് തുടരും കേട്ടോ. ഒരു വിധം ഞാൻ പിന്നെ കുടയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് വിളിച്ചേക്കണ്ടൊക്കെ കളിച്ചുകൊണ്ട് അവളെ ഒന്ന് അവിടെ പിടിച്ച് നിർത്തണമാണ് ഈ കാണുന്നത്. കാരണം ഏട്ടനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏട്ടനൊരു കുഞ്ഞോട്ടം പോയിക്കോണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് നടക്കാണ്ട് വീട്ടിൽ പോകാമല്ലോ. അപ്പോൾ അങ്ങനെ അതും ഇതൊക്കെ കാണിച്ചു കൊടുത്തോണ്ടൊക്കെ താണ്ടെ അവളെ ഇങ്ങനെ കൊണ്ട് ഇരുത്തണാണ്ട് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാലൊന്ന് ജസ്റ്റ് പൊക്കിയുള്ളൂ. പിന്നെ താഴെയായിരുന്നു, വെള്ളത്തിലായിരുന്നു. പിന്നെ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി തുടച്ച് പിന്നെ ഞങ്ങൾ താണ്ടെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിത്യസിനെയും കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം പിന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വരികയല്ല. പിന്നെ ഏട്ടനെ മതി അവൾക്ക്. അങ്ങനെ അവളാണെങ്കിൽ അച്ഛയുടെ മടിയിലിരുന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് റൈസ് ബിരിയാണി കഴിക്കുക കേട്ടോ. ഇന്നലെ നമ്മൾ പോയപ്പോൾ മേടിച്ചിരുന്ന ബിരിയാണി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരുന്ന് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ അത് കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഒന്ന് അവൾ കഴിക്കട്ടെ എന്ന് ഓർത്തിട്ട്. പക്ഷെ അവൾക്ക് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള സാധനമാണെങ്കിൽ ആ സ്പൂണൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഇച്ചിട്ടെങ്കിലും തന്നെ വാരി ഉണ്ണും. ഇത് ഞാനിപ്പോൾ ആ വാരി കൊടുത്താൽ ഒരു വായല്ലാണ്ട് പിന്നെ ടേസ്റ്റ് അറിഞ്ഞിട്ട് പിന്നെ അവൾ കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടക്കേണ്ട സമയം എടുത്തപ്പോഴത്തേനും അവൾ വന്നിട്ട് പിന്നെ അവൾ തുടയ്ക്കായില്ല. അപ്പോൾ ആ നിച്ചൂസ് ആണെങ്കിൽ അയ്യാറാൻ തുടച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നല്ല മേശപ്പുറം എല്ലാം ക്ലീൻ ചെയ്യുവാണ്. അതിന് പിന്നെ നമുക്കിനി കറി ഉണ്ടാക്കാനുള്ള ചോറിനുള്ള. അപ്പോൾ ഞാൻ പപ്പടം വറുത്തു. പിന്നെ താണ്ടെ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പിലാണെങ്കിൽ നമ്മുടെ ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. റൈസ് കുക്കറിൽ വെക്കാനായിട്ട് നമ്മൾ തിളപ്പിച്ച് വറക്കണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താണ്ടെ മോരുകറി ഉണ്ടാക്കി. അപ്പോൾ നമ്മളങ്ങനെ ഉച്ചയായപ്പോഴത്തേനും ചോറും മോരുകറി, നമ്മുടെ പപ്പടവും അച്ചാറും ചമ്മന്തിപ്പൊടി മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി ചോറുണ്ടു. അപ്പോൾ ഞാൻ ചോറിനുള്ള സമയത്തൊക്കെ നിച്ചൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നിച്ചൂസ് നല്ലതായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ആസ്വദിച്ച് ചോറിന്, അല്ലെങ്കിൽ പിന്നെ അവൾ ചോറിനാനൊക്കെ ആയിട്ട് സമ്മതിക്കില്ല, കൈയിടാനൊക്കെ വരും. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിച്ചൂസ് മമ്മിയുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഞാനിവിടെ കറിയെല്ലാം ഉണ്ടാക്കി. അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ അവളെ പോയി എടുത്തുകൊണ്ട് വന്ന് അവളെ കിടത്തി ഉറക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറുണ്ടിട്ടാണ് ഞാൻ പിന്നെ പാത്രം എല്ലാം കഴുകാൻ പോയത്. കാരണം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നെടുതിരിഞ്ഞ് നടക്കലൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് കൂടുമല്ലോ. അപ്പോൾ വീട്ടിൽ പോയപ്പോഴാണ് ഒന്നും കഴിച്ചില്ലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് താണ്ടെ പാത്രം എല്ലാം കഴുകി അടുക്കി വെക്കുകയാണ്.
ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ട ഈ ഒരു സംഭവം, ഞാൻ ശരിക്കും പറഞ്ഞ സ്ക്രബ്ബറാന്ന് പറഞ്ഞ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കവർ എന്താ വെച്ചാൽ ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ ഇടുന്നതാണ് കേട്ടോ, മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ട ഇത് സ്ക്രബ്ബറാന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കണ്ടത്. ഈ ഒരു സ്ക്രബ്ബർ ഞാൻ ഒരാഴ്ച ആയുള്ളൂ മേടിച്ചിട്ട്, പക്ഷേ അത് രണ്ട് പാർട്ടായി, അതിന് മുട്ടിച്ച് വെച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇതിന് സ്ക്രബ്ബറാന്ന് പറഞ്ഞ് മേടിച്ചിട്ട്, പക്ഷേ സ്ക്രബ്ബർ നമ്മൾ ഈ പാത്രം കഴുകണ അല്ല എന്നാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഈ സിങ്കൊക്കെ കഴുകണയാണെന്നാണ് കേട്ടോ. പിന്നെ മിക്സിയുടെ വടമൊക്കെ കൊടുത്തിട്ടുണ്ട്, മിക്സി കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം പാത്രം കഴുകുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ പാത്രം കഴുകാനായിട്ട് എടുക്കണില്ല കേട്ടോ, സിങ്ക് കഴുകാനാണ് എടുക്കണേ. പിന്നെ ഞാനും ജസ്സും കൂടെ വന്ന് കഥ പറയാനാണ് കാണുന്നത്. ഒരിടത്തൊരു വലിയ കാടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ മറ്റേ ആമയുടെയും മുയലിൻ്റെയും കഥയില്ല നമ്മൾ പണ്ട് തൊട്ട് കേട്ട് വളർന്നത്. പക്ഷേ നിച്ചൂസ് ഫോൺ കാണുമ്പോൾ എടുക്കാൻ പോകുന്നതുകൊണ്ട് അവളത്തെ കഥ ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണില്ല. കാരണം അവൾ ഫോൺ ഇപ്പോൾ കണ്ടാലും അവൾ ഫോൺ ഓടിപ്പോയി എടുക്കും എറിയും എന്നിട്ട് അവളൊരു ഹോബിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ താണ്ട ഞങ്ങൾ പാട്ട് പാടി, ഇപ്പം അവൾ അയ്യോ ചാടിപ്പോയില്ല, എന്നിട്ടും പാട്ട് പാടിയിട്ട് നിച്ചൂസ് താണ്ട് ഡാൻസ് കളിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അങ്ങനെ നമ്മൾ കുറേ സമയം നിച്ചൂസായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നെ താഴത്തോട്ട് ഇറങ്ങി ചെന്നപ്പോൾ മമ്മിയാണെങ്കിൽ ഇറച്ചി വറുക്കായിരുന്നു. അപ്പം അമ്മ ഇറച്ചി തിന്നോളാൻ എനിക്കൊരു പാത്രത്തിൽ ചിക്കൻ വറുത്തത് കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ താണ്ടി അതും അതും തിന്നുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മേലോട്ട് കയറി വന്നു. അപ്പോൾ മേളിലാണെങ്കിൽ നമ്മൾ നേരത്തെ ചെടിയൊക്കെ നട്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഞെട്ടാഞ്ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് പിന്നെയാണെങ്കിൽ അതിൻ്റെ തൈ വേറെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ നിച്ചൂസ് ഞാൻ തണ്ടേ കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അത് പറിച്ച് കളഞ്ഞില്ലായിരുന്നു, കുറേ തൈ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നിച്ചൂസിന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണല്ലോ ഇത്. അപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളായിട്ട് ആ ഒരു സാഹചര്യം കളയണ്ടില്ലെന്ന് ഓർത്തോട് ഞാനത് പറിച്ച് കളഞ്ഞില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നിച്ചൂസ് ഫസ്റ്റ് ടൈം നിച്ചൂസിൻ്റെ ലൈഫിൽ ഞെട്ടാഞ്ഞോടെ നിന്നാണ് ഈ കാണുന്നത്. നോക്കുകയാണ് തിന്നുന്ന സാധനം തന്നെയാണോന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ ഡ്രസ്സൊക്കെ ചെയ്ത് യാത്രയൊക്കെ ഇച്ചിരി മമ്മിയിലേക്ക് കൊടുത്തുവിടുവാണ് കേട്ടോ. കാരണം മമ്മി റേഷൻ കടയിൽ പോവുകയാണ്. റേഷൻ കടയിൽ പോകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, മമ്മിയുടെ ഒരു നിച്ചൂസിനെ കൊടുത്തുവിടും. കാരണം അത്രയും സമയം എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കാമല്ലോ, എഡിറ്റ് ചെയ്യുമോ സൗണ്ട് റെക്കോർഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പിന്നെ താണ്ടെ അവർ പോയപ്പോൾ തന്നെ ഞാൻ താണ്ടെ ചായ കുടിക്കേണ്ടത്. പിന്നെ ആ മുളക് പറ്റി വയ്ക്കേണ്ടത്, നമ്മുടെ മത്തിയാണ് കേട്ടോ. മത്തി മുളകൊക്കെ പറ്റി വറുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എടുക്കുകയുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ വറുക്കുകയുള്ളൂ. പിന്നെ നമ്മളിന്ന് ഒരു തവണ പറമ്പിൽ പോയിട്ട്, പറമ്പിൽ പോയി എന്തിനാ വെച്ചാൽ നമ്മൾ ഒട്ടുപാല് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഏട്ടനും കൂടെ കൂടി പോയതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് കുറേ കൂൺ കിട്ടിട്ടോ. കുറേയൊന്നുമില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിന് കൂൺ കിട്ടി. അപ്പോൾ ഈ കൂൺ പറിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഉറച്ചെടുക്കണ മണ്ണായതുകൊണ്ട് അങ്ങനെ പൊക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഈസി ആയിട്ട് പൊക്കിയെടുക്കുന്നതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പക്ഷെ നമുക്ക് താഴെ പറിച്ചെടുക്കുമ്പോൾ അവിടെ എന്തോ ഇളകി കിടക്കുന്ന മണ്ണായതുകൊണ്ട് നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങ് പോരുമായിരുന്നു കേട്ടോ. പക്ഷെ മേളിൽ ഭയങ്കര പാടായിരുന്നു. ഇനി ഏട്ടനും ഇഷ്ടമല്ല ഈ സാധനം കഴിക്കണത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടനും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ മമ്മിയുടെ കൊണ്ട് കൊടുത്തിട്ട് മമ്മി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വീതം ഞാൻ മേടിച്ചെടുക്കും കേട്ടോ. അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യണേ. അങ്ങനെയായിട്ട് നമ്മൾ അതൊക്കെ പറിച്ചിട്ട് പാടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂച്ചപ്പഴം വഴുത്തേക്കുന്നുണ്ടായിരുന്നു. ഞാൻ മേലോട്ട് പോയപ്പോഴേ കണ്ടു വെച്ചിട്ടാണ് പോയി. അപ്പോൾ ഏട്ടൻ ഇറങ്ങി വന്നതിന് മുമ്പ് ഓടി ചെന്നതാണ് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കളർ എന്ന് പറഞ്ഞൊരു പ്രത്യേക കളർ, നല്ല ഓറഞ്ച് ഒരു മഞ്ഞ അങ്ങനെ ഒരു കളറായാലും നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് കാണാനും പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നല്ല, ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണ്, നമുക്കത് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അത് കാണാനും പറിക്കാനൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ അവർ റേഷൻ കടയിൽ പോയ സമയത്ത് ഞാൻ താണ്ടെ കുളിക്കാനായിട്ട് കറ്ററവാഴയൊക്കെ എടുക്കുകയാണ് കേട്ടോ. താരന് വന്നുകൊണ്ട് ഞാൻ പിന്നെ താരന് കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തേക്കണയാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ തേക്കാറൊന്നുമില്ല. ഇവിടെ താണ്ടെ അതും തേച്ചിട്ട് ആ ചായയും കുടിച്ച് നമ്മൾ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ താണ്ടെ ചോറിന് നമ്മൾ രാവിലെ പറഞ്ഞ കറികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പോയിട്ട് നമ്മൾ താണ്ടെ ചോറിനുണ്ട്. ബാക്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഡ്രസ്സാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോഡിയിലൊക്കെ ഇട്ട് വെച്ചതാണ്. പിന്നെ വീഡിയോ എടുത്തുമില്ല, ഇനി എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താണ്ടെ അപ്പം ഉണ്ടാക്കിയത് രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ നമ്മളങ്ങനെ അപ്പവും ചിക്കൻ ഉണ്ടായിരുന്നു. ബിരിയാണിയിൽ ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ റൈസൊക്കെ ഇരിക്കുന്നതാണ് കാണുന്നത്. അത് കഴിച്ചു. പിന്നെ നമ്മൾ ഏട്ടനും പോപ്കോൺ വേണമെന്ന്, അപ്പോൾ ഏട്ടൻ പോപ്കോൺ ഉണ്ടാക്കി. അപ്പോൾ അതിനകത്തുനിന്നും കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ നിച്ചൂസിനെ ഉറക്കി നമ്മുടെ തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ സമയം 9:30 ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം കഴുകിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ആകുമ്പോഴത്തേനും ആയി കഴിഞ്ഞാൽ ഒരു മണാക്കിയായി തുണിയൊക്കെ പിന്നെയും കഴുകേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ താണ്ടെ ആ സമയത്ത് വന്നിട്ട് ആ തുണി കഴുകിയെടുക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനകത്താണ് കേട്ടോ നമ്മൾ അലക്കണത്. പിന്നെ ബക്കറ്റിലാണെങ്കിൽ ഊരി പിഴിഞ്ഞെടുക്കുകയാണ്, കാരണം വേഗം പണി തീരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാഷിംഗ് മെഷീനകത്ത് എടുക്കാൻ തന്നെ വെള്ളമൊക്കെ ചാടി വരാനും പിന്നെ അത് കളയാനും അങ്ങനെ കുറേ സമയം വേണോണ്ട് ഞാൻ ബക്കറ്റിലാണല്ലോ എപ്പോഴും തന്നെ ഊരി പിഴിഞ്ഞെടുക്കുന്ന ബക്കറ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഈ പാത്രം കഴുകലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടന്നുറങ്ങാം. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണം നമ്മളിന്നൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലേ എന്ന്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഡെയിനിങ് ലൈഫ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഫോൺ ഇങ്ങനെ കൊണ്ടെടുക്കണോണ്ട് നമുക്ക് അങ്ങനെ തന്നെ കുറേ സമയം പോകും കേട്ടോ. എല്ലായിടത്തും വെച്ചൊക്കെ സെറ്റൊക്കെ ആക്കി വെക്കണമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും മിനിമം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണമെന്ന് ഓർക്കും. പക്ഷേ എന്തോ ഒരു മടിയാണ് കേട്ടോ. പിന്നെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ എന്താണെങ്കിലും മടി പിടിക്കും. മറ്റുള്ളവരുടെ സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പക്ഷേ നമ്മുടെ സ്റ്റിച്ചിനാണെങ്കിൽ മടി പിടിച്ചിട്ട് മാറ്റി വയ്ക്കുമല്ലോ. കാരണം അത് എന്നത്തെങ്കിലുമൊക്കെ മതിയില്ലോ എന്ന് ഓർത്തുകൊണ്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു പാവാടയാണ്. എനിക്കൊരു പാവാട തയ്ച്ചത് നിങ്ങൾ കാണിച്ചു
പറഞ്ഞല്ലോ. അതുകൊണ്ട് നിച്ചൂസിന് സെയിം മോഡൽ സെയിം മെറ്റീരിയലും കൊണ്ട് പാവാട തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഒരു ഡെയിലി ലൈഫ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.